ഇന്ത്യക്ക് പുറമെ ചൈനയും റഷ്യയിൽ നിന്നുള്ള കടൽ വഴിയുള്ള ക്രൂഡ് ഓയിലിൻ്റെ വാങ്ങൽ നിർത്തുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഇൻ്റർനാഷണൽ പ്രഷർ കൊണ്ട്, പ്രത്യേകിച്ച് അമേരിക്കനും യൂറോപ്യൻ രാജ്യങ്ങളിലെയും പ്രഷർ കൊണ്ട് ഈ എക്കണോമി ഗ്രോ ചെയ്യുന്ന ഒരു രാജ്യത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഇന്ത്യയെക്കാളും 5 സൈസ് 6 സൈസ് മുകളിലുള്ള എക്കോണമിയാണ് ചൈന. റഷ്യയുമായിട്ട് കാലാന്തരങ്ങളായിട്ട് ഡീക്കേഡായിട്ട് അവർ ഓയിൽ വാങ്ങുന്ന, ക്രൂഡ് ഓയിൽ വാങ്ങുന്ന. എന്തുകൊണ്ടാണ് അമേരിക്കൻ യൂറോപ്യൻ സാങ്ഷൻ പേടിച്ച എന്താണ് ചൈന നിർത്താൻ പോകുന്നത്? പക്ഷേ ചൈനയിൽ നിങ്ങൾ മനസ്സിലാക്കണം, ചൈനയും റഷ്യയും തമ്മിൽ പൈപ്പ് ലൈനിൽ കൂടെ ഇത് വരുന്നുണ്ട്, ക്രൂഡ് വരുന്നുണ്ട്. ഏകദേശം 9 ലക്ഷം ബാരല്. അത് നിർത്തുന്നില്ല. കാരണം ചൈനയ്ക്ക് ആവശ്യം. കാരണം ആ ഭാഗം മുഴുവനും എനർജി സപ്ലൈ എന്ന് പറഞ്ഞ പൈപ്പ് ലൈനില്ല. അതിന് അമേരിക്ക അനുവാദം കൊടുത്തു. അത് ചൈനയ്ക്ക് പോകാം. പക്ഷേ സീ റൂട്ടിൽ, അതായത് സീ ബോണിലായിട്ടുള്ള ആ രീതിയിലുള്ള സംഭവങ്ങൾ നിർത്തും, ചൈനയെ നിർത്തും. ഇതാണ് ഞാൻ നേരത്തെ ഇന്ത്യയെ പറ്റി പറഞ്ഞത്. ഇനി മോദിയെ തെരുവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല, വേറെ വഴിയൊന്നുമില്ല. ഈ രാജ്യങ്ങളെല്ലാം കൂടെ എതിരാവും. ഇത് എന്തുകൊണ്ടാണ് ചൈന നിർത്തുക? കാരണം ഇന്ത്യ നിർത്തിക്കൊണ്ടിരിക്കുക. അതിൻ്റെ കാര്യം പിന്നെ ചൈനയ്ക്ക് നിൽക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചൈനയ്ക്കെതിരാവും. അതുകൊണ്ടാണ് അമേരിക്കൻ സാങ്ഷൻ. 2 കമ്പനികളാണ് അമേരിക്കൻ സാങ്ഷൻ വന്നത്. അത് യൂറോപ്പ് അക്സെപ്റ്റ് ചെയ്തത്. ടർക്കി നിർത്താൻ പോവുക. ഇത്രയേ ഉള്ളൂ ഈ കാര്യം. ഇത് ഞാൻ നേരത്തെ ഇൻ അഡ്വാൻസ്ഡ് ആയിട്ട് പറയുന്നത് ഇതിങ്ങനെ ഉണ്ടാവത്തുള്ളൂ. ഇപ്പം പെട്ടെന്ന് ചൈന നിർത്തുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു ദിവസം പോലും എടുത്തില്ല. 24 മണിക്കൂർ കഴിഞ്ഞില്ല ട്രംപ് സാങ്ഷൻ ഇമ്പോസ് ചെയ്തിട്ട്, അതായത് റോസ്നെറ്റിനും ലൂക്കോയിലും. എന്തുകൊണ്ടാണ് ചൈന നിർത്തിയത്? ഇതിൻ്റെ പ്രധാന പ്രശ്നം പറയും, ഈ വെസൽസ് മാത്രമൊന്നുമല്ല, ഇത് ഡീല് ചെയ്യുന്ന കമ്പനികളുണ്ട്. അതായത് ഈ റോസ്നെറ്റോ ആണെങ്കിൽ ലൂക്കോയിലും ഡീൽ ചെയ്യുന്ന പല ചൈനീസ് കമ്പനികളുണ്ട്. അതേപോലെ തന്നെ ചൈനീസ് റിഫൈനർ ഉണ്ട്. ഇവർ വലിയ മൾട്ടിനാഷണൽ കമ്പനിയാണ്. ഇവർക്ക് യൂറോപ്പും അമേരിക്കയുമായിട്ട് പല ട്രേഡുകളുണ്ട്. ഈ കമ്പനികൾ, ഈ പറയുന്ന കമ്പനികളുടെ മറ്റുള്ള സിസ്റ്റർ കൺസേൺ കമ്പനികൾക്ക് പിന്നെ അവിടെ ട്രേഡ് നടത്താൻ പറ്റത്തില്ല. അതായത് സാങ്ഷൻ ഇമ്പോസ് ചെയ്തേക്കുക, ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ഒന്നും ആകത്തില്ല. ഇതതിൻ്റെ കാര്യം. ഇതാണ് കാരണം. വാറ് നിർത്തണം എന്നുള്ളത് ഗ്ലോബലായിട്ടുള്ള ആവശ്യമാണ്. വാറ് കൊണ്ട് എഫക്റ്റഡ് ആയിട്ടുള്ള ഏതൊക്കെ രാജ്യം? പ്രധാനമായിട്ടും യൂറോപ്യൻ രാജ്യങ്ങൾ. കാരണം ടെൻഷൻ അങ്ങ് മൗണ്ട് ചെയ്യും. എന്തുകൊണ്ടാണ് ചൈന ഇത്രയും നാളും റഷ്യയുടെ കൂടെ, അതായത് റഷ്യക്ക് പല വെപ്പൺസും കൊടുക്കുന്നത് ഈ വാറുമായി ബന്ധപ്പെട്ടല്ല. നേരത്തെ റഷ്യക്ക് പല ഡ്രോൺസും അത് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരുന്ന രാജ്യമാണ്. റഷ്യയുടെ ഏറ്റവും വലിയ അലയൻസ് ഇന്ത്യയെക്കാളും അടുപ്പം റഷ്യയുമായിട്ടാണ് ചൈനയ്ക്ക്. റഷ്യക്കും ചൈനയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ അടുപ്പം, ഇന്ത്യയുമായിട്ടല്ല. അതിനുശേഷമാണ് ഇന്ത്യയുമായിട്ട് അടുപ്പമുള്ളത്. അപ്പം അങ്ങനെയുള്ള ചൈന ഇങ്ങനൊരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറകിലുള്ള കാര്യം എന്താ? റീസൺ വളരെ സിമ്പിളാണ്. ചൈന ഭരിക്കുന്നവർക്കും അതേപോലെ ഇന്ത്യ ഭരിക്കുന്നവർക്കും അവരുടെ എക്കോണമി, അവരുടെ ജിയോ പൊളിറ്റിക്കൽ പ്രാധാന്യവും ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളിലെ ശത്രുവാകാൻ പറ്റില്ല. അതാണ് അതിൻ്റെ കാര്യം. ഇപ്പം ഇന്ത്യയെ കിടന്ന് ഈ കുരച്ചുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. അത് തന്നെ മോദിയുടെ ഡിസിഷൻ. ഇന്ത്യ ഗ്രാജുവലി കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഈ സാങ്ഷൻ അങ്ങോട്ട് സാങ്ഷൻ ഇമ്പോസ് ചെയ്യുന്ന അങ്ങോട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന റിലയൻസ് ആണെങ്കിലും അഡാനി ആണെങ്കിലും ഈ എസ്ആർ ആണെങ്കിലും പല കമ്പനികളും റഷ്യയുമായിട്ട്, ഈ കമ്പനികളുമായിട്ട് ട്രേഡ് നടന്ന് എല്ലാ കമ്പനികളെയും ബാധിക്കും. അവരുടെ ഇൻ്റർനാഷണൽ ഓപ്പറേഷൻ മുഴുവനും താറുമാറായി പോവും. ഇതാണ് കാരണം. മനസ്സിലാക്കേണ്ടതാണ്. ഈ കമ്പനികളെല്ലാം റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ഇന്ത്യൻ കമ്പനികൾ, റിലയൻസ് ആണെങ്കിലും അഡാനി ആണെങ്കിലും മറ്റുള്ള പല കമ്പനികളാണെങ്കിലും, ഇവരെല്ലാം കടമെടുത്തിരിക്കുന്ന അമേരിക്കൻ മാർക്കറ്റിൽ നിന്നാണ് ഇവർ ബിസിനസ് നടത്താൻ. കടമെടുത്തതിൻ്റെ കാര്യം കാരണം എടുത്തു കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളർ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇന്ത്യൻ ബാങ്കുകൾക്കൊക്കെ ലോൺ കൊടുക്കാൻ പറ്റും. പക്ഷെ എടുത്തതിൻ്റെ കാരണം ഇൻഫ്ലേഷൻ കുറയ്ക്കുക, അതേപോലെ ഇന്ത്യൻ കറൻസിയുടെ ആ വാല്യൂ കുറയാതെ നോക്കുക. അതിനുവേണ്ടിയാണ് ഡോളർ അവർ കടമായിട്ടെടുക്കുന്നത്. ഈ അമേരിക്കൻ മാർക്ക്, ഈ ജിയോ എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കുന്ന മൊബൈൽ, അതിൻ്റെ ടെക്നോളജി, അതിൻ്റെ വലിയ ഹ്യൂജ് എമൗണ്ട് റിലയൻസ് എടുത്തിട്ടുണ്ട്.
അഡാനി എടുത്ത കാര്യം നിങ്ങൾക്കറിയാം, അത് വലിയ പ്രശ്നമായി, കേസും വഴക്കും ഒക്കെ ആയിട്ട് കിടക്കുക. ഇന്ത്യയുടെ എക്കോണമിയെ ഡീപ്പായിട്ട് കയറിയൊക്കെ ബാധിക്കും, ഇന്ത്യയുടെ എനർജി സെക്ടറെ ബാധിക്കും. അതുകൊണ്ടാണ് ഇത് തുടങ്ങിയ സമയത്ത് തന്നെ ഇന്ത്യ ഗവൺമെൻറ് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്, ഇപ്പോൾ റഷ്യൻ ഓയിൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് 38 രാജ്യങ്ങളുണ്ട്, അവരുമായിട്ട് ഓയിൽ ഡീൽ നടത്താൻ പറ്റും. ഗ്രാജുവലായിട്ട് വേണ്ടില്ല, ഇന്ത്യൻ പബ്ലിക് സെക്ടേഴ്സ് പെട്ടെന്ന് ഗയാന അമേരിക്കൻ കമ്പനികളുമായിട്ട് ഡീൽ സൈൻ ചെയ്തു. അത് കഴിഞ്ഞ് റിലയൻസ് ഇറാഖിൽ നിന്ന് എടുക്കാൻ തുടങ്ങി, മറ്റുള്ള മിഡിൽ ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് എടുക്കാൻ തുടങ്ങി, പിന്നെ തേർഡ് പാർട്ടിയെ വെച്ചിട്ട് വെനൂസിൽ നിന്ന് എടുക്കാൻ തുടങ്ങി. ഇതേ ഉള്ളൂ സംഭവം. അതായത് റഷ്യ ഒറ്റപ്പെടുത്തുക, കാരണം വാർ നിർത്തുക, റഷ്യ തകർക്കുക എന്നുള്ളതല്ല ഇവരുടെ ഉദ്ദേശം. വാർ എങ്ങനെയെങ്കിലും നിർത്തുക, അതിന് പ്രഷർ ഇടുക. കാരണം അതിൻ്റെ ഒരു വലിയ ഇൻകം വെച്ചാണ് റഷ്യ ഇപ്പോൾ വാറുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടും കുലുങ്ങാതെ പോകുന്നത്. ഡിസംബറിനുള്ളിൽ വാർ നിർത്തണമെന്ന് തന്നെയാണ് യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലും താല്പര്യം. കാരണം അവരുടെ എക്കോണമി ആണെങ്കിൽ എല്ലാത്തിനെയും വളരെ ഡീപ്പായിട്ട് ഇത് ബാധിച്ചു പോവുക. ഇതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ ഇത്രയും തള്ളു നടത്തി ബഹളം ഉണ്ടാക്കി, ഇന്ത്യ ഇത് ചെയ്യത്തില്ല, ഇത് ചെയ്യത്തില്ല, അത് ചെയ്യത്തില്ല, ഇതെല്ലാം ഈ പറയുന്ന രീതിയിൽ. അപ്പം ട്രംപിനെ പേടിയാണ് ഇതെല്ലാം. ഇതാണ് പറയുന്നത്, പവർഫുൾ രാജ്യത്തെ എല്ലാവർക്കും പേടിയ. അല്ലെങ്കിൽ ചൈന ഭയക്കൂ. യൂറോപ്യൻ രാജ്യങ്ങളും ട്രംപും കൂടെ ഒരുമിച്ച്, അമേരിക്കയും കൂടെ ഒരുമിച്ച് ചെന്ന എല്ലാ രാജ്യങ്ങൾക്കും പേടിയ. അതതിൻ്റെ കാര്യം. അത് തന്നെയാണ് ഇറാനിൽ അവർ സംഭവിച്ചു കൊടുത്തത്. കാരണം ഇറാനെ ഇത്രമാത്രം എതിർത്തിട്ടില്ലേ, പക്ഷെ അമേരിക്ക ഇസ്രായേലിൻ്റെ കൂടായി. ഇത്രയേ ഉള്ളൂ ഗെയിം. ഇപ്പം ഞാൻ അതിലോട്ടല്ല കിടക്കുന്നത്. ഞാൻ ഈ പറയുന്നത് എൻ്റെ ആഗ്രഹം, നിങ്ങളുടെ ആഗ്രഹം വാർ നിർത്തി. ഇതിൻ്റെ അത് അഹങ്കാരത്തിൻ്റെ വിഷയമൊന്നുമല്ല. ഇന്ത്യക്ക് ഡിസ്കൗണ്ട് റേറ്റിന് ഇത് കിട്ടിക്കൊണ്ടിരുന്നു, ചൈനയ്ക്കും കിട്ടിക്കൊണ്ടിരുന്നു. കാരണം യൂറോപ്യൻ രാജ്യങ്ങൾ ഇത് വാങ്ങാതായി, റഷ്യൻ കൂടി ഡയറക്റ്റ് വാങ്ങാതായി. ഇപ്പം എന്താ അറിയാൻ സാധിക്കും, 2026 കൂടി എല്ലാ യൂറോപ്യൻ രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് ടർക്കി റഷ്യൻ കൂട് നിർത്താമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് റഷ്യയുടെ സ്ഥിതി വല്ലാതെ പരിങ്ങലിലാക്കുക. കാരണം അവർ വേറെ ഓൾട്ടർനേറ്റീവ് നോക്കും. ഇതിന് വാറ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ കൂട് പിന്നെ ആരും മേടിക്കും? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും. അത് പഴയ ഡിസ്കൗണ്ടിൽ കൊണ്ടുവന്ന് വിറ്റ് കഴിഞ്ഞാൽ ഗ്ലോബൽ മാർക്കറ്റിനെ ബാധിക്കും. അതായത് ഉണ്ടാകാൻ പോകുന്ന ഇപ്പോഴ് ഇന്ത്യയും ചൈനയും കൂടെ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കൂട് വാങ്ങാൻ തുടങ്ങുമ്പോൾ ഏറ്റവും അറിയേണ്ട കാര്യം എന്ന് പറയുന്നത്, കൂടിനിപ്പം ഭയങ്കരമായിട്ട് വില കൂടും. കാരണം റഷ്യയാണ് ഏറ്റവും വലിയ സപ്ലൈ ചെയ്യുന്ന രാജ്യം. അപ്പം അങ്ങനെ കൂടുമ്പോഴേ എല്ലാവരെയും ബാധിക്കും. ഇത്രയേ ഉള്ളൂ കാര്യം. അതാണ് ഞാൻ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ് ആ ചെയറിലിരിക്കുന്നതാണ് പവർ എന്ന് പറയുന്നത്. ട്രംപിൻ്റെ പവറൊന്നും അല്ല. അവർ പറയുവാണ് ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട. അതായത് ഇന്ത്യയോട് ആദ്യം പറഞ്ഞു വാങ്ങാൻ പറഞ്ഞു, ഇന്ത്യയോട് ഇപ്പോൾ പറഞ്ഞു നിർത്താൻ പറഞ്ഞു, ചൈനയോട് പറഞ്ഞു താക്കീത് കൊടുത്ത് മാറ്റിയില്ലെങ്കിൽ ചൈനീസ് കമ്പനികളെ, അതായത് ടാരിഫ് മാത്രമല്ല ബ്ലോക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ അവരുടെ ട്രേഡ് പിന്നെ ഈ യൂറോപ്പിലും അമേരിക്കയിലും അവിടെയാണ് മേജറായിട്ട് ട്രേഡ് കിടക്കുന്നത്. ബാക്കിയുള്ള രാജ്യത്ത് കുറച്ചേ ഉള്ളൂ. മാനുഫാക്ചറിങ് ഹബ്ബ് എന്ന് പറഞ്ഞ ചൈനയുടെ മെറ്റീരിയലാണ് ഈ പറയുന്ന യൂറോപ്പിലും അമേരിക്കയിലൊക്കെ കാണാൻ പോകുന്നത്. ഈ ജർമ്മനി ആണെങ്കിൽ ഇപ്പോൾ അമേരിക്കയെക്കാളും കൂടുതൽ ട്രേഡ് നടത്തുന്നത് ചൈനയുമായിട്ടാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളും കൂടുതൽ ചൈനയുമായിട്ടാണ് നടന്നത്. അപ്പം ഈ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഡിമാൻഡുണ്ട് ഈ വാർ നിർത്തണം, എന്നാലേ അവരുടെ എക്കോണമി സ്ട്രെങ്തൻ ചെയ്ത് കൂടുതൽ ട്രേഡും പരിപാടികളും നടത്താൻ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നു. അതായത് ഇന്ത്യ ഗ്രാജുവലായിട്ട് നിർത്തി അത് നവംബറോടെ ഇപ്പം പെട്ടെന്ന് ഈ സാങ്ഷൻ ഇമ്പോസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം 2 ആഴ്ച കൊണ്ട് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് റഷ്യൻ ക്രൂഡ് കട്ട് ചെയ്യും. കാരണം ഇന്ത്യക്ക് പൈപ്പ് ലൈനല്ല, ഈ റൂട്ടിൽ തന്നെയാണ്, സീ റൂട്ടിൽ തന്നെയാണ് റഷ്യയിൽ നിന്ന് ക്രൂഡ് വരുന്നത്. അതായത് ഇന്ത്യയും പല കാര്യങ്ങളിൽ റഷ്യ അടുപ്പിക്കത്തില്ല. കാരണം ഈ വാർ തീരാതെ ഇന്ത്യ അടുപ്പിക്കുക. കാരണം യൂറോപ്യൻ രാജ്യങ്ങളിൽ അമേരിക്കയുടെ ശത്രുവായിട്ട് പോകാൻ ഇന്ത്യക്ക് താല്പര്യമില്ല. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റഷ്യയും ചൈനയും ഒക്കെ കൊണ്ടുവന്ന ബ്രിക്സ് കറൻസി ഇപ്പോൾ അവിടെ പോയി ഇവിടെ കിടന്ന് ചാടിയതല്ലേ. ഞാൻ പറഞ്ഞ കൂടുതലൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം അമേരിക്കൻ എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇന്ത്യ ട്രേഡ് നടത്തുന്ന ഡോളറിലാണ്. ഈ ബ്രിക്സ് എന്ന് പറഞ്ഞ് ഇവിടെയുള്ളവർ കിടന്ന് ബ്രിക്സ് കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴും എനിക്ക് മനസ്സിലായി ഇത് അടക്കാനൊന്നും പോകുന്നില്ല. കാരണം ചൈനയ്ക്കാണ് ഇതിനകത്ത് ആധിപത്യം ഉണ്ടാകുന്നത്. ഇപ്പോഴാണ് ബേസിക്കലി ചില കുരങ്ങന്മാർക്കൊക്കെ പിടികിട്ടുന്നത് എന്തുവാണ് ഇൻ്റർനാഷണൽ ട്രേഡ്, എന്താണ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലും അതേപോലെ ഗ്ലോബൽ എക്കോണമിയിലും അമേരിക്കയുടെ യൂറോപ്പിൻ്റെയും പ്രാധാന്യം. കാരണം നമ്മുടെ ഇന്ന് ശരിക്കും ട്രേഡ് നടത്തുന്ന രാജ്യങ്ങളാണ് യൂറോപ്യൻ യൂണിയന്. അവരെ അവോയ്ഡ് ചെയ്ത് അമേരിക്ക അവോയ്ഡ് ചെയ്യുന്ന ഇന്ത്യക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വലിയ പാടാണ്. അതായത് ഇത്രയും വലിയ എക്കോണമിയായി ചൈനയ്ക്ക് പറ്റുന്നില്ല, പിന്നീടാണ് ഇന്ത്യക്ക് പറ്റുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ കാര്യം. അതായത് പറഞ്ഞു വരുന്നത്
ട്രംപിനെ ആണെങ്കിൽ ട്രംപിനെ പേടി തന്നെയാണ്, പേടി തന്നെ, അതിൻ്റെ യാതൊരു മാറ്റവുമില്ല. കാര്യം അവൻ്റെ കയ്യിലാണ് പവർ, അവൻ്റെ കയ്യിലാണ് മിലിറ്ററി പവർ, അവൻ സാമ്പത്തിക പവർ അവനാണ് നിയന്ത്രിക്കുന്നത്. അതൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ള ഏറ്റവും വലിയ സത്യം.